രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിന്റെ നടന വിസ്മയമായ മോഹൻലാലിന്. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് രാജ്യത്തെ ഏറ്റവും വലിയ ബഹുമതി നൽകുന്നതെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ചൊവ്വാഴ്ച നടക്കുന്ന 71ാം ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ മോഹൻലാലിന് പുരസ്കാരം സമ്മാനിക്കും. നടനും സംവിധായകനും നിർമ്മാതാവുമാണ് മോഹൻലാൽ. പ്രശസ്ത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ് മുൻപ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മലയാളി. ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തിക്കായിരുന്നു കഴിഞ്ഞ വർഷം ഫാൽക്കെ അവാർഡ് ലഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഫീച്ചർ സിനിമയായ രാജാ ഹരിശ്ചന്ദ്രയുടെ സംവിധായകനായ ദാദാസാഹിബ് ഫാൽക്കെയുടെ സ്മരണയ്ക്കായി 1969 പുരസ്കാരം ഏർപ്പെടുത്തിയത്. 2 തവണ മികച്ച നടനുള്ളതടക്കം 5 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ മോഹൻലാൽ നേടിയിട്ടുണ്ട്. 2001 പത്മശ്രീ, 2019 പത്മഭൂഷൺ ബഹുമതികൾ നൽകി രാജ്യം മോഹൻലാലിനെ ആദരിച്ചു. 2009 ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ കേണൽ പദവിയും ലഭിച്ചു. ചലച്ചിത്ര ലോകത്തിനും സംസ്കൃത നാടകത്തിനും നൽകിയ സംഭാവനകൾ മാനിച്ച് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ഡോക്ടറേറ്റ് നൽകിയും ലാലിനെ ആദരിച്ചിട്ടുണ്ട്. തന്റെ 48 വർഷത്തെ സിനിമാ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരമെന്നും തന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കാൻ സാധിച്ച ഏറ്റവും വലിയ അംഗീകാരമാണിതെന്നും അവാർഡിനെ തെരഞ്ഞെടുത്ത ജൂറിയോടും സർക്കാരിനോടും നന്ദിയുണ്ടെന്നും മോഹൻലാൽ വ്യക്തമാക്കി. മാധ്യമപ്രവർത്തകർ നിങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണ്. എൻ്റെ 48 വർഷത്തെ വളർച്ചയിൽ നിങ്ങളൊക്കെ സഹകരിച്ചിട്ടുണ്ട്. ഒരുപാട് സൗഹൃദമുള്ള ആൾക്കാരുണ്ട്, ഇവിടെ പലരുമുണ്ട്. പലരും മറിഞ്ഞുപോയി, അവരൊക്കെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ചാൽ ഒരുപാടുണ്ടാവും, പക്ഷെ അങ്ങനെ ആലോചിച്ചുകൊണ്ട് മാത്രം അത് സാധിക്കില്ലല്ലോ, അത് സംഭവിക്കണം. അപ്പം അങ്ങനത്തെ റോളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളില്ല. നല്ല സിനിമ ചെയ്യണം, നല്ല ആൾക്കാരുമായിട്ട് സഹകരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അത് സംഭവിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു വലിയ സിനിമ, ഇഷ്ടമുള്ള സിനിമ എടുക്കാൻ പറ്റില്ല. അതൊരു കൂട്ടായ്മയാണ്. ഒരാളുടെ ഒരു ബുദ്ധിയിൽ നിന്നുണ്ടായി, അതൊരു പേനാത്തുമ്പിലൂടെ പേപ്പറിലായി ഒരുപാട് പ്രോസസ്സാണ്. അപ്പോൾ അതാണ് ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആ ഒരു നന്ദി നമ്മുടെ പ്രൊഫഷനോട് കാണിച്ചാൽ തീർച്ചയായിട്ടും അതൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം നല്ല റോള് കിട്ടുക എന്ന് പറയുന്നൊരു ഭാഗ്യമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം